പ്രളയഘട്ടത്തിലാണ് സാമൂഹിക മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അഗ്നിശമന സേനയുടെ ഇടപെടലുകൾ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ കേരളത്തിലാകെ പ്രളയം ബാധിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായതിനേക്കാൾ ഏറെ പ്രത്യേകത നിറഞ്ഞ സംഭവമാണ് ഒരു സ്ഥലത്തെ ആമയഴിഞ്ചാൻ തോട്ടിലെ നമ്മുടെ സഹോദരൻ പെട്ടുപോവുകയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ അതിനെല്ലാവരും ഒറ്റുനോക്കുകയായിരുന്നു. പ്രളയഘട്ടത്തിൽ നമ്മളൊക്കെ ഓരോ ഇടങ്ങളിലും അതിൻ്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ടി വി കാണാനും മറ്റൊന്നും നേരമില്ലായിരുന്നു. എന്നാൽ ഇത് ലോകത്താകെയുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമായി. പലപ്പോഴും സേനാംഗങ്ങളുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട്. എന്നാൽ മുറ്റത്തെ മുല്ലക്ക് മണമുണ്ട് എന്ന് സമൂഹം തിരിച്ചറിഞ്ഞ ഘട്ടമായിരുന്നു ഇത് എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ സേനയെ നോക്കി വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഈ സേന ലോകത്തെവിടെയുമുള്ള മനുഷ്യരോട് നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്ന നിലയിൽ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്നു തന്നെയാണ്. റെയിൽവേയുടെ മാലിന്യ കുമ്പാരത്തിൽ അകപ്പെട്ടു പോയത് നമ്മുടെ കൂടപ്പിറപ്പാണ് എന്ന ചിന്താഗതിയാണ്. ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാ നിലയിലുമുള്ള ഇടപെടലുകൾ നടത്തുവാൻ അത് മാലിന്യമെന്നോ മലിനജലമെന്നോ ഒന്നും കണക്കാക്കാതെ അതിനിറങ്ങി തിരിച്ച മനസ്സ്, ആ മനസ്സിനെ എങ്ങനെ അഭിവാദ്യം ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത്രയും മോശമായൊരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വലിയ നിലയിൽ ജനപ്രീതി നേടിയൊരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഒരു ഗുഹയിൽ ഒരാൾ അകപ്പെട്ടു പോയി. അന്ന് മുമ്പ് നടന്നൊരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ ഭാഗമായുള്ള സിനിമ. ആ ഗുഹയിലേക്ക് ഇറങ്ങാൻ ഭയം മൂലം പിന്മാറുന്ന ആളുകളൊക്കെ ആ സിനിമയുടെ രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ മോശപ്പെട്ടൊരു സാഹചര്യമാണ്. എന്നാൽ ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമായിരുന്നു കേരള ഫയർഫോഴ്സിൻ്റെ സംഘം അവിടെ നടത്തിയിട്ടുള്ളത്. ഒരു ജോലി എന്നുള്ളതിനപ്പുറത്ത് ഈ സേന പ്രതിബദ്ധതയോടുകൂടി എങ്ങനെ ഇടപെടുമെന്നുള്ളത് തെളിയിച്ചു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ഡ്യൂട്ടി ടൈമൊന്നുമല്ല ഇത്തരം പ്രവർത്തനങ്ങളെ, സേനാംഗങ്ങളെ നയിക്കുന്നത്. ഒരു ഡ്യൂട്ടി ടൈമിലും അല്ല, രാത്രിയും അതിരാവിലെയും 6 മണിക്കൊക്കെ ആളുകൾ ഇറങ്ങിയ സ്ഥിതി ഉണ്ടായി. ഇതൊരു മാനവികതയുടെ വലിയ ഉത്തരവാദിത്തമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത്. ഇതിൽ പങ്കുകൊടുത്ത എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക. അത് കേരളത്തിൻ്റെ കൂടി പ്രത്യേകതയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിൻ്റെ ഇടപെടലുകൾക്ക് പോയത്. കേരളത്തിൻ്റെ ദുരന്ത നിവാരണ പ്രതിരോധ സേനയാണ് ഫയർഫോഴ്സ്. പ്രളയ സമയത്തുണ്ടായ അനുഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് പുതിയ ആധുനിക ഉപകരണങ്ങൾ വന്നിരിക്കുന്നു. കാലോചിതമായ മാറ്റം സേനയിൽ വരുന്നു. സ്കൂബ പോലുള്ള പ്രത്യേക സംഘങ്ങൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടു. ഇനിയും സാങ്കേതിക വിദ്യയെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കണം. ഈ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ച കേരള ഫയർ സർവീസ് അസോസിയേഷനെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ഇതൊരു ധൈര്യമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെയാണ് കേരളം ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ധൈര്യമാണ് നിങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പൊതുവെ പറയുമെങ്കിൽ മുറ്റത്തെ മുല്ലക്ക് മണമുണ്ട് എന്ന് നാട് തിരിച്ചറിഞ്ഞ ഒരു സംഭവം കൂടിയായി ഈ സംഭവത്തെ നമുക്ക് കണക്കാക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.